ജോലി ആവശ്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജോബ് ഓഫേഴ്സ് കിട്ടിയിട്ടോ യു എയിലേക്ക് വരുന്ന ആളുകളായിരിക്കാം മേ ബി നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ. അങ്ങനെ ഇരിക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മെയിൻലി സ്കാംസ്. പലതരത്തിലുള്ള സ്കാമുകൾ ഈ യു എയിൽ ഇപ്പോൾ നിലവിലുണ്ട്. അതായത് ജോബ് സ്കാംസ് ഉണ്ട്, വിസ സ്കാംസ് ഉണ്ട്, അതുപോലെ പലതരത്തിലുള്ള മറ്റു ജനറൽ ആയിട്ടുള്ള സ്കാംസ് ഒക്കെ ഉണ്ട്. ഇതിൽ ഓരോന്നും നമുക്ക് പറഞ്ഞു പോകാം. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ജോബ് സ്കാംസ് ആൻഡ് വിസ സ്കാംസ് ആണ്. അതെന്തൊക്കെയാണ്, എങ്ങനെയാണ് അതിൽ നിന്നൊക്കെ നമുക്ക് മാറി നിൽക്കാൻ പറ്റുക, അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ എങ്ങനെ സേഫ് ആവാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോബ് സ്കാംസ് ആണ്. അതായത് നിങ്ങൾ യു എയിൽ വരുന്നതിന് മുമ്പ് തന്നെ പല ആളുകളും ജോബിന് വേണ്ടി സെർച്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാകും. ലിങ്ക്ഡിൻ, ഇൻഡീഡ്, നോക്രി, ദുബായ് കരിയർ തുടങ്ങിയിട്ടുള്ള പല പ്ലാറ്റ്ഫോംസ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിലെല്ലാം നിങ്ങൾ പല കമ്പനികളുടെ മെയിലിലും ആപ്ലിക്കേഷൻസ് അയച്ചിട്ടുണ്ടാവാം, CV അയച്ചിട്ടുണ്ടാവാം. ഇതിന് പുറമെ യു എയിൽ വന്നതിന് ശേഷം ഒരു വിസിറ്റ് വിസ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു റെസിഡൻസ് വിസ എടുത്ത് കഴിഞ്ഞിട്ട് യു എയിൽ വന്ന് ജോബിന് അപ്ലൈ ചെയ്യുന്ന ആളുകളുണ്ടാവാം. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ജോബിന് അപ്ലൈ ചെയ്തു, അവരുമായിട്ട് ഇൻ്റർവ്യൂ, ഇൻ കേസ് അവർ ഇൻ്റർവ്യൂ കോൾ ചെയ്തു, നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തു, അതിനുശേഷം നമ്മൾക്ക് എന്താ പറയുക, ഈ ഒരു ജോബിൽ പൊസിഷനിൽ നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ ജോബ് പൊസിഷൻ, ഇതാണ് നമ്മുടെ പാക്കേജ്, ഇതാണ് നമ്മുടെ കമ്പനി, ഇതാണ് നമ്മുടെ റോൾസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പായിട്ട് സെറ്റ് ഓഫ് എമൗണ്ട് അവർ ഒരു ഫീ ആയിട്ട് ആവശ്യപ്പെടാം. ഇങ്ങനെയുള്ള ഒരു കമ്പനിയാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, മീൻസ് അങ്ങനെ ഒരു കമ്പനിയുടെ മുന്നിലാണ് നിങ്ങൾ എത്തിപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ, ഓഫ് കോഴ്സ് ദാറ്റ്സ് എ എൻഡ്. നിങ്ങൾ നിർബന്ധമായിട്ടും അവിടുന്ന് തിരിച്ചു പോരുക. ഒരിക്കലും അവർക്ക് ക്യാഷ് കൊടുക്കേണ്ടതില്ല. ദുബായിലെ ലേബർ നിയമപ്രകാരം അല്ലെങ്കിൽ ദുബായിലുള്ള ഒരു നിയമം എന്ന് പറയുന്നത്, ഒരു ജോബിനും നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അത് നിങ്ങൾ ഫസ്റ്റ് നോട്ട് ചെയ്യുക. ഒരു ജോബിനും നിങ്ങൾ അപ്പോയിൻറ്റഡ് ആവുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫീ, പ്രത്യേകമായിട്ടുള്ളൊരു ഫീ, ഇനി 50 ആയിക്കോട്ടെ 100 ആയിക്കോട്ടെ, മേ ബി വളരെ തുച്ഛമായിട്ടുള്ള പൈസ ആയിരിക്കാം അവർ ആവശ്യപ്പെടുന്നത്. ഒരിക്കൽ പോലും ഒരു ദിർഹം പോലും നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, ഒരു കമ്പനിക്കും ആ ജോബിൽ പോസ്റ്റഡ് ആവുന്നതിന് വേണ്ടിയിട്ട് ഫീ ആയിട്ട് കൊടുക്കേണ്ട യാതൊരു ആവശ്യവും വരുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. ഇനി ചില കമ്പനികളുണ്ട്, അതായത് റിക്രൂട്ടേഴ്സ് ആയിട്ടുള്ള കമ്പനികൾ, ഈ പലതരത്തിലുള്ള കമ്പനികൾ അവൈലബിൾ ആണ്, മീൻസ് യു എയിലുണ്ട്. നിങ്ങൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസും അവർക്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അവർ ത്രൂ നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ പോസ്റ്റഡ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ, അപ്പോയിൻറ്റഡ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ, അവർക്കും നിങ്ങൾ തുടക്കത്തിൽ യാതൊരു തരത്തിലുള്ള ഫീസും കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി അവർ ചില സമയത്ത് പറയുമായിരിക്കും, എന്താണ്, നിങ്ങൾ ജോബിൽ മീൻസ് ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിങ്ങൾക്ക് ജോബ് കിട്ടിയതിന് ശേഷം നിങ്ങളുടെ ഫസ്റ്റ് സാലറിയുടെ ഇത്ര പെർസെൻറ്റേജ് അവർക്ക് കൊടുക്കണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് ഓക്കെ എന്ന് പറയാം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഒരു കാരണവശാലും അവർക്കും നിങ്ങളൊരു ഫീ കൊടുക്കേണ്ടതില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള കമ്പനികളുടെ ഒരു ഇൻകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്, ടാലൻ്റ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തിയിട്ട് ഒരു കമ്പനിക്ക് കൊടുക്കുന്ന സമയത്ത് സെറ്റ് ഓഫ് പെർസെൻറ്റേജ് കമ്മീഷൻ അവർക്കും കിട്ടുന്നുണ്ട്, ആ കമ്പനി വഴിയും അവർക്ക് കിട്ടുന്നുണ്ട്. സോ നമ്മൾ ഒരു എമൗണ്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാണ്, അവിടെ അവർ നമുക്ക് ജോലി കണ്ടെത്തി തരികയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തേക്ക് നമ്മളെ ഇൻ്റർവ്യൂവിന് പറഞ്ഞേക്കാണ്, ഈ ഒരു പ്രോസസ്സ് നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, അക്സെപ്റ്റ് ചെയ്യേണ്ടതില്ല. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു വഴി എന്ന് പറയുന്നത്, ജോബ് പ്ലേസ്ഡ് ആയതിനു ശേഷം നമ്മുടെ സാലറിയിൽ നിന്നൊരു പെർസെൻറ്റേജ് അവർ വാങ്ങിക്കും എന്നുള്ളൊരു കണ്ടീഷനാണ് അവർ വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഇനി ഈ ജോബിൻ്റെ കാര്യത്തിൽ മറ്റൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അതായത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വർക്ക് നിങ്ങളോട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇന്ന വർക്ക് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര എമൗണ്ട് ഓഫ് ഇൻകം നിങ്ങൾക്ക് കിട്ടും എന്നുള്ള രീതിയിൽ പല ആളുകളും നിങ്ങൾ അപ്രോച്ച് ചെയ്തേക്കാം. ഇത്തരത്തിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പെർട്ടിക്കുലർ ഡാറ്റ പ്രൊവൈഡ് ചെയ്തു. ചിലപ്പോൾ നിങ്ങളുടെ പാസ്പോർട്ട് കൊടുക്കാം, പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും ബാങ്ക് ഡീറ്റെയിൽസ്, ഇനിയിപ്പോൾ നാട്ടിലുള്ളതാവാം. നിങ്ങൾ തുടക്കത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാങ്ക് ഇവിടെ അക്കൗണ്ട് ഉണ്ടായിക്കോളണം എന്നില്ല, പക്ഷേ നാട്ടിലെ ഡീറ്റെയിൽസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ പേഴ്സണൽ ഇൻഫോർമേഷൻസ് ഏത് തരത്തിലുള്ളതാണെങ്കിലും
അതുപോലെ തന്നെ ഏതെങ്കിലും പണമിടപാട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും വർക്കാണ് നിങ്ങൾക്ക് അസൈൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, നിങ്ങളോട് ഡിമാൻഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, ഓഫ് കോഴ്സ് നിങ്ങൾ അത് റിജക്റ്റ് ചെയ്യുക. ഒരിക്കലും നിങ്ങൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ എത്തിപ്പെടാതിരിക്കുക. മീൻസ് അത്തരത്തിലുള്ള ജോബുകൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. കാരണം മേ ബി നിങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ ആളുകൾ നിങ്ങളോട് വർക്ക് പറയും, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഫീസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഫർമേഷനോ എന്തെങ്കിലും കളക്ട് ചെയ്തതിന് ശേഷം ആ ഒരു കമ്പനി തന്നെ എക്സിസ്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള കണ്ടീഷൻസ് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഈ എമൗണ്ട് ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇപ്പോൾ നമ്മൾ വന്ന സമയത്ത് നമുക്കൊരു ഫിനാൻഷ്യൽ ഏർണിങ്സ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിരിക്കും. സോ കുറച്ചെങ്കിൽ കുറച്ച് എന്ന് കരുതിയിട്ട് നമ്മൾ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ്, ഈ മണി ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ടുള്ള പലതരത്തിലുള്ള ആക്ടിവിറ്റീസിൽ ആരെങ്കിലും നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിട്ട് അതിലിടപെടുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ അതും നമ്മൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും. മേ ബി നമ്മൾ ഇംപ്രിസൺമെൻറ്റ് വരെ കിട്ടാൻ സാധ്യതയുള്ള പല ആക്ടിവിറ്റീസും നടക്കാറുണ്ട്. ഇപ്പോൾ പണമിടപാട് നടത്തുന്ന സമയത്ത് ഇന്ന അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുക്കുക, ചില ആൾക്കാർക്ക് നമുക്ക് പൈസ അയച്ചു തരും, അത് നമ്മൾ ഇന്ന ആൾക്കാർക്ക് അയച്ചു കൊടുക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇടപെടുമ്പോൾ ആർക്കാണ് ഈ പൈസ പോകുന്നത്, എവിടെ നിന്നാണ് ഈ ക്യാഷ് വരുന്നത് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് മേ ബി അറിഞ്ഞോളണമെന്നില്ല. പിന്നീടായിരിക്കും ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക, അത്തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് വിസ സ്കാംസിനെ പറ്റിയിട്ടാണ്. നിങ്ങൾ UAE വരുന്ന സമയത്ത് ടൂറിസ്റ്റ് വിസയിലായിരിക്കും ഓൾമോസ്റ്റ് നിങ്ങൾ വരുന്നത്. സോ ആ ടൂറിസ്റ്റ് വിസയിൽ നിന്നുകൊണ്ട് നിങ്ങളൊരു കമ്പനി ചൂസ് ചെയ്തു, മീൻസ് നിങ്ങളൊരു കമ്പനി ഫൈൻഡ് ചെയ്തു. ആ കമ്പനി ഫൈൻഡ് ചെയ്തതിന് ശേഷം ആ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും വേണ്ട ഒരു കാര്യമാണ് എംപ്ലോയ്മെൻറ്റ് വിസ എന്ന് പറയുന്നത്. ഈ വിസ ഇല്ലാതെ ഒരു കമ്പനിയിലും ലീഗലി നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അല്ലാതെ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അത് ആ കമ്പനിക്കും നിങ്ങൾക്കും ഒരുപോലെ ഫൈൻ വരുന്ന ഒരു കാര്യമാണ്. സോ ഫസ്റ്റ് നമുക്ക് ആ ഒരു എംപ്ലോയ്മെൻറ്റ് വിസ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യേണ്ട നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് ജോബ് ഓഫർ ലെറ്റർ എന്ന് പറയുന്നത്. ഈ ജോബ് ഓഫർ ലെറ്റർ ആ UAE ഓതറൈസ്ഡ് ആയിട്ടുള്ള ആ UAEയുടെ മീൻസ് നിങ്ങൾ ഏത് എമിറേറ്റിലാണ് വർക്ക് ചെയ്യുന്നത് ആ എമിറേറ്റിൻ്റെ ഓതറൈസേഷനും അതുപോലെ തന്നെ ആ കമ്പനിയുടെ സിഗ്നേച്ചറുമുള്ള ഒരു ഓഫർ ലെറ്റർ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പല കമ്പനികളും ഇത്തരത്തിലുള്ള ജോബ് ഓഫർ ലെറ്റർ കൊടുക്കാതെ വർക്ക് ചെയ്യിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കഫ്തീരിയാസ്, ഹോട്ടൽസ് ഒക്കെ നമുക്ക് എണ്ണപ്പെടുന്ന മീൻസ് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ്. പല കമ്പനികളും ഇതുപോലെ തന്നെ വർക്ക് ചെയ്യിപ്പിക്കാറുണ്ട്. നിങ്ങളൊരു കമ്പനിയിൽ കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് ഉറപ്പുവരുത്തേണ്ട കാര്യമാണ് ജോബ് ഓഫർ ലെറ്റർ എന്ന് പറയുന്നത്. സോ നിങ്ങൾ ലീഗലി ആ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ ആപ്റ്റാണ് എന്നുള്ളതാണ്. മീൻസ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം എന്നുള്ളതാണ് ആ ഓഫർ ലെറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിസ പ്രോസസ്സിങ്ങിലേക്ക് കടക്കും. ഒരു 2 ഇയർ വിസയാണ് നോർമലി എംപ്ലോയ്മെൻറ്റ് വിസ ഉള്ളത്. സോ ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആ കമ്പനിയിൽ വർക്ക് ചെയ്യാം. അറ്റ്ലീസ്റ്റ് ഒരു 1 ഇയർ വരെയെങ്കിലും നിങ്ങൾക്ക് കമ്പനിയിൽ ഇൻ കേസ് എംപ്ലോയ്മെൻറ്റ് വിസ അടിച്ചു കഴിഞ്ഞാൽ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു എംപ്ലോയ്മെൻറ്റ് വിസയുടെ പ്രോസസ്സിങ്, അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാനുള്ള മിനിമം റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി വിസ തരാതെ നിങ്ങളെ എങ്ങനെ പറ്റിക്കാം, അല്ലെങ്കിൽ വിസ തരാതെ നിങ്ങളെ സ്കാമിൽ പെടുത്തുന്ന ഒരു സംഗതി എന്താണെന്നുള്ളത് പറയാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഫ്റ്റീരിയാസ് അല്ലെങ്കിൽ കഫേ, ഹോട്ടൽസ് എന്ന് പറയുന്നത് ജസ്റ്റ് എക്സാമ്പിൾ മാത്രം പറഞ്ഞതാണ്. എല്ലാ കമ്പനികളും അങ്ങനെയാണ് എന്നുള്ളതല്ല. എല്ലാ ഫീൽഡിലും ഇത്തരം സ്കാമുകൾ നടക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ നിങ്ങളെ ചൂഷണം ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒരു ജോബ് ഓഫർ ലെറ്റർ അടിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ ചെറിയൊരു എമൗണ്ട് ചിലവാകുന്നുണ്ട്, ഓരോ കമ്പനിക്കും ചിലവാകുന്നുണ്ട്. സോ ഒരു കമ്പനിയും പൈസ ചിലവാക്കിക്കൊണ്ട് ഒരു സ്കാമിൽ ഉൾപ്പെടാൻ അല്ലെങ്കിൽ ഒരാളെ പെടുത്താൻ വേണ്ടിയിട്ട് തയ്യാറാവില്ല, അത് ഷുവറാണല്ലോ. ഒരു കമ്പനിയിൽ നിങ്ങൾ ജോബിന് വേണ്ടിയിട്ട് പോയി, നിങ്ങൾ എന്ത് ചെയ്യാണ്, അവർ നിങ്ങൾക്ക് ജോബ് ഓഫർ ലെറ്റർ തന്നിട്ടില്ല. ഇനി നിങ്ങൾ ടൂറിസ്റ്റ് വിസയിലാണ്, നിങ്ങൾക്കൊരു 2 months കാലാവധിയാണ്, അല്ലെങ്കിൽ എത്രയാണോ നിങ്ങൾ ടൂറിസ്റ്റ് വിസ എടുക്കുന്നത് ആ ഒരു കാലാവധി തീരുന്നത് വരെ നിങ്ങളെ അവിടെ പണിയെടുപ്പിക്കുകയും ലാസ്റ്റ് ആ വിസയുടെ കാലാവധി തീരുന്നതിൻ്റെ ഒരു 2 3 4 അല്ലെങ്കിൽ ഒരു 10 ദിവസം മുന്നേ ആയിട്ട് നിങ്ങളോട് പറയാണ് നിങ്ങളിവിടെ വർക്ക് ചെയ്യാൻ ആപ്റ്റല്ല, അല്ലെങ്കിൽ നിങ്ങളെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരാളെ കിട്ടിയിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് എന്ത് ചെയ്യാണ്, ടെർമിനേറ്റ് ചെയ്യാണ്. മീൻസ് നിങ്ങൾ അവിടെ നിന്ന് ഒഴിവാക്കുക. നിങ്ങൾക്ക് വിസയില്ല, ജോബ് ഓഫർ ഇല്ല, മീൻസ് ഓഫർ ലെറ്ററും കിട്ടിയിട്ടില്ല, ഇതുവരെ മേ ബി സാലറി പോലും കിട്ടിയിട്ടുണ്ടാവില്ല. പല കമ്പനികളും ഇപ്പോൾ അഡ്നോക്ക് പോലെയുള്ള പല കമ്പനികളും ഇവിടെയുണ്ട്. അവർ 3 months സാലറി മീൻസ്
അവരുടെ സാലറി കൊടുക്കുന്നത് 3 months കഴിഞ്ഞിട്ടായിരിക്കും. മീൻസ് ആ ഒരു നോട്ടീസ് പീരീഡ് കഴിഞ്ഞിട്ട് സാലറി കൊടുക്കുന്ന കമ്പനികൾ വരെയുണ്ട്. സോ അത്തരത്തിലൊക്കെ നിങ്ങളെ യൂട്ടിലൈസ് ചെയ്തിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് മിനിമം സാലറി പോലും തരാതെ ഇവിടുന്ന് ഒഴിവാക്കുന്ന തരത്തിലുള്ള കമ്പനികൾ സ്കാമുകൾ നടക്കാറുണ്ട്. ഈ ഒരു സിറ്റുവേഷനിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് പോയിട്ടും കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്ന കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്തു, അവരിന്നത് തരാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എന്താ പറയുക ഇത്ര പൈസ തരാനുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരിക്കലും കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അത്രയും കാലം അവിടെ വർക്ക് ചെയ്തത് ഇല്ലീഗലായിട്ടാണ്. കാരണം നിങ്ങൾക്ക് ഓഫർ ലെറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വിസ ഇല്ല എന്നുണ്ടെങ്കിൽ, എംപ്ലോയ്മെൻറ്റ് വിസ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും വർക്ക് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഒരിക്കലും പെർമിറ്റഡ് അല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആ കമ്പനിയുടെ കയ്യിൽ പ്രത്യേകിച്ച് തെളിവ് ഞങ്ങളിവിടെ വർക്ക് ചെയ്യാൻ ഓഫർ ലെറ്റർ കൊടുത്തിട്ടില്ല, ഞങ്ങളിവിടെ വർക്ക് ചെയ്യിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള പല ന്യായങ്ങളും പറഞ്ഞിട്ട് അവർക്കും ഒഴിയാൻ പറ്റും. സോ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് മേ ബി ഫിനാൻഷ്യലി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാം, നിങ്ങളെ ഫിസിക്കലി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാം. സോ ഓഫർ ലെറ്റർ കിട്ടാതെ ഒരിക്കലും വർക്ക് ചെയ്യരുത് എന്നുള്ളത് തന്നെയാണ്. സോ നമ്മളിതുവരെ പറഞ്ഞിട്ടുള്ളത് ജോബ് സ്കാംസ് അല്ലെങ്കിൽ വിസ സ്കാംസ് ആണ്. ഇത് കാലങ്ങളായിട്ട് പല രാജ്യങ്ങളിലും അതുപോലെ തന്നെ UAE നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പുതുതായിട്ട് വന്നിട്ടുള്ള പല കുറച്ച് സ്കാമുകളെ പറ്റിയിട്ടാണ്. അതായത് ചില ആളുകൾ ചില കമ്പനികളെ നിങ്ങളെ അപ്രോച്ച് ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് പല ആളുകളും പറയും ഇത്ര പീരീഡിലേക്കുള്ള ഫ്രീലാൻസ് വിസ അല്ലെങ്കിൽ എന്താ പറയുക ഇൻവെസ്റ്റേഴ്സ് വിസ തുടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള പരിപാടികൾ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ ഇവിടെ നിന്നിട്ട് ടൂറിസ്റ്റ് വിസ പുതുക്കി ആ ഒരു പീരീഡിലേക്ക് ഇത്രയും എമൗണ്ട് ചിലവാക്കുന്നുണ്ട്, അതിനേക്കാളും ബെറ്റർ നിങ്ങൾ ഇത്ര പീരീഡിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു 1 yearലേക്ക് വേണ്ടിയിട്ടുള്ള 2 yearsലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു എംപ്ലോയ്മെൻറ്റ് വിസ ആവട്ടെ. എംപ്ലോയ്മെൻറ്റ് വിസ കൊടുക്കുക എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കമ്പനിയുടെ പേരിൽ വിസ അടിക്കുകയും എംപ്ലോയ്മെൻറ്റ് വിസ അടിക്കുകയും പിന്നെ വേറെ ഏത് കമ്പനിയിൽ വേണമെങ്കിലും വർക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരു NOC, അതായത് നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം. അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് സ്കാമുകളെ പറ്റിയിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ അണ്ടറിൽ 2 years എംപ്ലോയ്മെന്റ് വിസ എടുക്കുകയും പിന്നീട് നിങ്ങൾക്ക് NOC തരിക, അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് വിസ തന്നിട്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുക എന്നൊക്കെ പറയും. ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് സെറ്റ് ഓഫ് എമൗണ്ട് അവർ കളക്ട് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് നമുക്ക് ഏതെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ മേ ബി NOC ഒക്കെ അവരെടുത്ത് തരും. ഇവിടെ വരുന്നൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും റിസ്കി ആയിട്ടുള്ള എലിമെന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏതെങ്കിലും പെർട്ടിക്കുലർ കമ്പനിയുടെ പേരിൽ എംപ്ലോയ്മെന്റ് വിസ അടിക്കുകയും പിന്നെ നമ്മൾ NOC എടുത്തു, പിന്നീട് നമ്മൾ ഏതെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്യാണ്, ഈ ഒരു വിസ വെച്ചിട്ട് തന്നെ വേറെ കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ ഒരു കമ്പനി പൂട്ടിപ്പോയി എന്ന് കരുതാം. ഈ നമുക്ക് വിസ തന്നിട്ടുള്ള ഏത് കമ്പനിയുടെ അണ്ടറിലാണോ നമ്മുടെ വിസ, ആ കമ്പനി പൂട്ടിപ്പോയി എന്ന് കരുതാം. ഈ ഒരു സമയത്ത് ആ കമ്പനി ബ്ലാക്ക് ലിസ്റ്റിൽ പെടാം. നമ്മുടെ വിസ ക്യാൻസൽ ചെയ്യാനും നമ്മൾ ബുദ്ധിമുട്ടപ്പെടും. അതായത് നോർമലി ഒരു വിസ ക്യാൻസൽ ചെയ്യാൻ, എംപ്ലോയ്മെൻറ്റ് വിസ ക്യാൻസൽ ചെയ്യാൻ അതിൻ്റെതായിട്ടുള്ള ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ നമ്മൾ ഇവിടെ ലോക്കായി കിടക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. ഈ ഒരു വിസ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നില്ല, ഇൻ കേസ് ആ കമ്പനി ബ്ലാക്ക് ലിസ്റ്റിലായി, പിന്നീട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് ഫൈൻ വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ എന്താ പറയുക അബ്സ്കോണ്ടിങ് ആകുന്ന രീതിയിലോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടിലേക്കൊക്കെ നമ്മൾ പോകും എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏത് കമ്പനീൻ്റെ അണ്ടറിലാണോ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ സെലക്ട് ചെയ്യപ്പെടുന്നത് അതാത് കമ്പനിയുടെ വിസ എടുക്കുകയും ആ കമ്പനിയുടെ അണ്ടറിൽ ഏതാണോ നമ്മുടെ പൊസിഷന്, എന്താണ് നമ്മുടെ സാലറി എന്നുള്ള കാര്യം കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ള ഓഫർ ലെറ്റർ വെച്ചിട്ട്, അല്ലെങ്കിൽ ആ കമ്പനിയുടെ വിസ വെച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം. ചില കമ്പനികളിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാവാം, അതായത് ഞാൻ ഇപ്പോൾ ആദ്യം ഒരു കമ്പനിയിൽ കയറി, ആ കമ്പനി നമുക്ക് വിസ അടിച്ചു തന്നു, ഇത്ര വർഷം ഞാനവിടെ വർക്ക് ചെയ്തു, ചുരുങ്ങിയതൊരു 1 year ആണ് നമ്മളൊരു വിസ അടിച്ചു കഴിഞ്ഞാൽ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് നിർബന്ധമായിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു സമയം എന്ന് പറയുന്നത്.
അത് നമ്മൾ അതിന് മുമ്പായിട്ട് പോരുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പ്രൊസീജിയേഴ്സ് വേറെ ഉണ്ട്, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇനി 1 ഇയർ കഴിഞ്ഞു, നമ്മൾ ആ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തു വേറൊരു കമ്പനിയിലേക്ക് പോവാണ്. ആ സമയത്ത് നമുക്ക് ഇവരുടെ NOC വെച്ചിട്ട് വേറെ കമ്പനിയിൽ വർക്ക് ചെയ്യാം, ഈ കമ്പനി തരുന്ന NOC വെച്ചിട്ട് നമുക്ക് വേറെ കമ്പനിയിൽ വർക്ക് ചെയ്യാം. ഇനി അങ്ങനെ മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ഏറ്റവും ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നേരെ നമ്മുടെ വിസ ഇവിടെ നിന്ന് ഈ കമ്പനിയിൽ നിന്ന് ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ ഏത് കമ്പനിയിലാണോ ജോയിൻ ചെയ്തിട്ടുള്ളത്, റീജോയിൻ ചെയ്തിട്ടുള്ളത്, ആ കമ്പനിയുടെ വിസ അടിക്കുന്ന പ്രോസസ്സിലേക്ക് നമ്മൾ പോവുക എന്നുള്ളതാണ്. സോ ഇതാണ് ഏറ്റവും സേഫ്. നമ്മൾക്ക് അവിടെ കൃത്യമായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. ഈ കമ്പനിയുടെ അണ്ടറിൽ ഇന്ന പൊസിഷനിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, ഇന്ന ദിവസമാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്തത്, ഇത്ര ദിവസം വരെ എൻ്റെ ഈ വിസയുടെ വാലിഡിറ്റി ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പ് വരുത്തുക എന്നുള്ളത്. സോ നിങ്ങളിവിടെ വന്നു, നിങ്ങൾക്കൊരു എംപ്ലോയ്മെൻറ്റ് വിസ അല്ലെങ്കിൽ റെസിഡൻസ് വിസ അടിച്ചു കഴിഞ്ഞു. നിങ്ങളിപ്പോൾ കറൻ്റ്ലി UAE വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. UAE നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഉണ്ട്. നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. എമിറേറ്റ്സ് ID കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക. നിങ്ങൾ കറൻ്റ്ലി നിങ്ങൾക്ക് എമിറേറ്റ്സ് ID ഉണ്ട്, ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നോർമൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് UAE. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഇനി വന്നേക്കാവുന്ന കുറച്ച് ജനറൽ ആയിട്ടുള്ള സ്കാമാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ബാങ്ക് ഇടപാട് നടത്തുന്ന ആളുകളായിരിക്കും നോർമലി. ഈ സാഹചര്യത്തിൽ നമ്മളെ വിളിച്ചുകൊണ്ട്, നമ്മുടെ നമ്പറിലേക്ക് വിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മെയിലിൽ പല ആളുകളും ചിലപ്പോൾ മെസ്സേജ് അയച്ചേക്കാം, നിങ്ങൾക്ക് എന്താ പറയുക, എന്തെങ്കിലും പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഇഷ്യൂ നിങ്ങളുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ നിലവിലുണ്ട്. സോ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുക, ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ OTP വരും എന്നൊക്കെ പറഞ്ഞിട്ട് നോർമലി നമ്മുടെ നാട്ടിലുള്ള സെയിം സാധനങ്ങൾ തന്നെ ഇവിടെയും ഉണ്ട്. വേറൊരു രസം എന്താണെന്ന് വെച്ചാൽ, പോലീസാണ് എന്ന് പറഞ്ഞിട്ടും, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ അതോറിറ്റിയിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യുന്ന ആളുകളുണ്ടാവാം. ഇതെല്ലാം ഒരു തരത്തിൽ സ്കാമുകളാണ്. ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ആക്ടിവിറ്റീസും ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ അതോറിറ്റീസിൻ്റെ അടുത്തുനിന്നോ ഉണ്ടാവാറില്ല സാധാരണ രീതിയിൽ. സോ നിങ്ങൾ എന്താ പറയുക, പലതരത്തിലുള്ള ക്രെഡിറ്റ് കാർഡ്സ് നിങ്ങൾക്ക് ഉണ്ടാവാം. സോ ആ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടോ, അതിൻ്റെ പാസ്വേഡ് ചോദിച്ചിട്ടോ, OTP ചോദിച്ചിട്ടോ, ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഡീറ്റെയിൽസും നമ്മൾ ഒരാൾക്കും കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് വാസ്തവം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ്ലി ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡയറക്റ്റ്ലി അവിടെ പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ്, നിങ്ങൾ യാതൊരു തരത്തിലുള്ള പേഴ്സണൽ ഇൻഫർമേഷൻസും നിങ്ങൾ വേറൊരാൾക്ക് കൊടുക്കാൻ പാടില്ല, അനാവശ്യമായിട്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രീതിയിലുള്ള ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ എനിക്ക് ഉണ്ടായിരുന്ന ഒരു അനുഭവം പറയാം. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾക്ക് മെസ്സേജ് വന്നു, നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, സോ അത് റീഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, അതിൽ പോയിട്ട് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് മെസ്സേജ് വന്നു. അയാൾ ആ മെസ്സേജ് കൊണ്ടുവന്നിട്ട് എനിക്ക് കാണിച്ചു തന്നു. അയാൾ ആ വെബ്സൈറ്റിൽ കയറി എന്ന് പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തന്നു. ഞാൻ ചോദിച്ചു, ഇതെന്താണ് സംഭവം? എൻ്റെ ക്രെഡിറ്റ് കാർഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജാണ്. അപ്പോൾ ഞാനിതിൽ കയറിയിട്ട് എന്താ പറയുക, ഡീറ്റെയിൽസ് കൊടുക്കാൻ നോക്കി, പക്ഷേ വെബ്സൈറ്റ് ലോഡാവുന്നില്ല, ഇതെന്താണെന്നൊന്ന് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടാണ് ആൾ കൊണ്ടുവന്നത്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് വെബ്സൈറ്റിൽ കയറേണ്ട ആവശ്യം? ഇത്തരത്തിലുള്ള മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇത്തരത്തിൽ പലതരത്തിലുള്ള ലിങ്കുകൾ വരാം, വാട്സപ്പ് മെസ്സേജസ് വരാം, ഇമെയിൽസ് വരാം, കോൾസ് വരാം. ഈവൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞു പോലീസുകാരൊക്കെ വിളിക്കാറുണ്ട്. വളരെ നല്ല രീതിയിൽ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് വീഡിയോ കോൾ ചെയ്യുന്ന പോലീസുകാർ വരെയുണ്ട്. അത്തരത്തിലൊന്നും ഒരിക്കലും ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കാൻ സാധ്യത ഇല്ല. സോ അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള ഏടാകൂടത്തിൽ ചെന്ന് പെടാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക. ഒരു തരത്തിലുള്ള ഡീറ്റെയിൽസും നിങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. സോ നമ്മളിപ്പോൾ മെയിനായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന 1-2 സ്കാമിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന് പുറമെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. സോ അത്തരം കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ see you in next video. Thank you.